സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി 25,000-ലധികം ബൂത്തുകളാണ് വോട്ടെടുപ്പിന് സജ്ജമാകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. നാളെ രാവിലെ 7 മുതൽ കേരളത്തിൽ പോളിംഗ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് പോളിംഗിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്? ഫിജി, ഇന്ന് രാവിലെ 8 മണി മുതലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞത്. ഇന്ന് ഉച്ചയോടെ തന്നെ വിതരണം പൂർത്തിയാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആകെ 25,231 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്തുടനീളം ഉള്ളത്. എല്ലാ ബൂത്തുകളിലേക്കും മണ്ഡല തലത്തിലാണ് ഓരോ വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ നൽകുന്നത്. വിവിപാറ്റ് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നാളെ രാവിലെ 7 മണിയോടെ പോളിംഗ് ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനായി പോസ്റ്റൽ വോട്ടിംഗ് സംവിധാനം ഇന്നത്തോടെ തന്നെ പൂർത്തിയാകും. അതിനു മുൻപായി തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുശേഷം നാളെ രാവിലെ 7 മണിയോടെ തന്നെ പോളിംഗ് ആരംഭിക്കും. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിലാണ് പോളിംഗ് നടക്കുക. 2.77 കോടി ജനങ്ങളാണ് വോട്ടർമാരായുള്ളത്. ഈ വോട്ടർമാരിൽ ഒരു 80% പോളിംഗ് ഇത്തവണ സാധ്യമാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിലനിൽക്കുന്നത്. ഏതായാലും 20 മണ്ഡലങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ എത്ര സീറ്റുകൾ ഏത് മുന്നണിക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് വോട്ടംഗത്തിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നത്. ഇന്ന് വൈകിട്ടോടെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാകും. നാളെ രാവിലെ തന്നെ വോട്ട് നൽകാനായി ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. ഏതായാലും സംഘർഷ സാധ്യത പലയിടത്തും ഉണ്ടാകുന്ന സാധ്യത കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം പോലെയുള്ള തെക്കൻ ജില്ലകളിൽ വലിയ പ്രശ്നങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും 66,303 പോലീസുകാരെയാണ് ഇതിനായി വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. സുരക്ഷയ്ക്കായി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇത്തവണ നടക്കുന്നത്. ആദ്യഘട്ടം നേരത്തെ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നാളെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ഏതായാലും വലിയ ഒരു വോട്ടെടുപ്പിന്റെ ഒരു ഘട്ടത്തിലേക്കാണ് കേരളം കടക്കുന്നത്. ഫിജി.